കഴിഞ്ഞ തിങ്കളാഴ്ച ബസ്സുകൾ നിറഞ്ഞു പോകുമ്പോൾ 26 ലക്ഷം യാത്രക്കാരാണ് കയറിയത്. അപ്പോൾ എന്താ, ഈ ദുഷ്ട ലക്ഷ്യമുള്ള ആൾക്കാരുണ്ട്. കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് 2-3 ദിവസത്തെ കളക്ഷൻ എടുത്ത് ഒരുമിച്ച് അടച്ചാണ്. മണ്ടന്മാര് മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം പത്രക്കാരോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധിയില്ലെന്ന് വിചാരിച്ചാൽ കൊള്ളാമോ? രാഷ്ട്രീയമൊക്കെ നല്ലതാ. ഒരു ദിവസം 8.5 കോടി രൂപ 8.25 കോടി രൂപ കളക്ഷൻ ഉണ്ട് കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ. കണക്ക് എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന. ഒരുമിച്ച് അടച്ചിരുന്നെങ്കിൽ ഈ മണ്ടന്മാര് മനസ്സിലാക്കണം, 10, 40, 10, 30, 26 കോടി രൂപ ഉണ്ടേനെ. ഏതായി 13, 12 കോടിയല്ല. ജീവനക്കാരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് മന്ത്രിയായി ചുമതലയെടുത്ത ദിവസം മുതൽ എന്റെ ഒരു ലക്ഷ്യമായി ഞാൻ കാണുന്നു. കരുനാഗപ്പള്ളിയിൽ പുതിയ മന്ദിരം നിർമ്മിക്കുകയും ആ മന്ദിരത്തിനുള്ളിൽ ജീവനക്കാർക്ക് നല്ല മനോഹരമായ കട്ടിലൊക്കെ ഇടുകയും ചെയ്തു. അപ്പോഴത്തന്നെ അവിടെ വെച്ച് ഞാൻ ഉദ്ഘാടന പ്രസംഗത്തിൽ വെച്ച് ഈ മുറി ഒന്ന് ശീതീകരിച്ച് നൽകണം, എയർ കണ്ടീഷൻ വെച്ച് തരണം എന്ന് പറഞ്ഞപ്പോൾ അവിടെ വെച്ച് തന്നെ ചില ആളുകൾ അതിനെ ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ അവരാരെയും കണ്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ഏറ്റു. ഒടുവിൽ അവരാരും ചെയ്യാത്തത് കൊണ്ട് ഞാൻ തന്നെ അത് ഏറ്റെടുത്തു. ഞാൻ തന്നെ പണം മുടക്കി അവിടെ എയർ കണ്ടീഷൻ വെച്ചു. മാതൃകയിൽ നല്ല ഐശ്വര്യമായിട്ട് തുടങ്ങാൻ വിചാരിച്ചു. സംഗതി ഐശ്വര്യമായിട്ട് തുടങ്ങി. പാലക്കാട് ചെന്നപ്പോൾ അവിടുത്തെ ജീവനക്കാരെല്ലാവരും കൂടെ കൂടി കിടക്കുന്ന മുറിയൊക്കെ ഒരു ബസ്സിനകത്തൊക്കെയാണ്, പഴയ 2-3 തുരുമ്പെടുത്ത ബസ്സിനകത്താണ് കിടക്കുന്നത്. അതൊരു അപകടമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാനത് അവസാനിപ്പിച്ചുകൊണ്ട് മൈജിയുടെ ഉടമസ്ഥൻ ഷാജി എന്റെ ഒരു സുഹൃത്താണ്, എന്റെ ഒരു സഹോദരനാണ്. ഞാൻ ഷാജിയോട് ഒരു സ്പോൺസർഷിപ്പ് പറഞ്ഞു. അവര് സ്പോൺസർ ചെയ്തു. അങ്ങനെ അവിടുത്തെ ജീവനക്കാർ കിടക്കുന്ന മുറി AC ചെയ്തു. മാത്രമല്ല, ഞാനവിടെ ചെല്ലുമ്പോൾ അവിടെയുള്ള സ്റ്റാഫ് എല്ലാവരും കൂടെ ഒത്തുകൂടി. അവരെല്ലാവരും കൂടി, സ്ത്രീകളെ സഹോദരിമാരെല്ലാം കൂടെ വന്നിട്ട് പറഞ്ഞു, സാറേ പാലക്കാടാണ്, ഭയങ്കര ചൂടാണ്, ഇതൊക്കെ അങ്ങ് പഴുക്കും എന്ന് പറഞ്ഞു. ശരി, എന്നാ ഫോൾ സീലിംഗ് ചെയ്യാൻ പാപ്പനംകോട് നിന്ന് നമ്മുടെ മെക്കാനിക്കുകളെ പെട്ടു. അവിടെയും AC ഈ മൈജി എന്നെ സ്പോൺസർ ചെയ്തു. അത് കഴിഞ്ഞ് IOC എന്നെ പാപ്പനംകോട് സ്പോൺസർ ചെയ്തു തന്നു. അപ്പൊ ഇവിടെ നിർബന്ധമായി ചെയ്യണം എന്ന് ഞാൻ വാശി പിടിച്ചു. അവരത് ഇന്ന് ചെയ്തു തന്നിരിക്കുകയാണ്. ഒരു വളരെ സന്തോഷത്തോടെ IOC ചെയ്ത നല്ല കാര്യത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്. ഇനിയും പല സ്ഥലങ്ങളിലും ഇതുപോലെ ചെയ്യേണ്ടതുണ്ട്. അത് ജീവനക്കാർ തന്നെ സ്പോൺസറെ കണ്ടുപിടിച്ച് കൊണ്ടുവന്ന് നമുക്കത് ചെയ്യണം. കാരണം യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന ക്രൂവിനെ സംബന്ധിച്ച് നല്ല വിശ്രമം, നല്ല ഉറക്കം വേണം. നന്നായി വിശ്രമിച്ച് ഉറങ്ങി സമാധാനമായിട്ട് എഴുന്നേറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അതിനൊരു പ്രത്യേക ഉണർവുണ്ട്, അപകടങ്ങൾ കുറയും. 2 കാര്യങ്ങൾ: വിശ്രമിക്കാൻ നല്ല സൗകര്യങ്ങൾ ഒരുക്കുകയും മദ്യപാനം തടയുകയും ചെയ്തതിനു ശേഷം KSRTCയുടെ മേജർ ആക്സിഡന്റ് 3-1 താഴെയായി, നേരത്തെ ഉണ്ടായതിനേക്കാൾ 3-1 താഴെയായി കുറഞ്ഞു. കണക്ക് നിങ്ങൾക്ക് തന്നെ പരിശോധിക്കാം, എല്ലാ ട്രേഡ് യൂണിയനും പരിശോധിക്കാം, മാധ്യമങ്ങൾക്ക് പരിശോധിക്കാം, പൊതുജനങ്ങൾക്ക് പരിശോധിക്കാം. മേജർ ആക്സിഡന്റിലാണ് നമുക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നത്. ഒന്നുകിൽ ആർക്കെങ്കിലും മരണം സംഭവിക്കും. ആ മരണത്തിന്റെ നഷ്ടപരിഹാരമായി നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്, ഒരു മരണം സംഭവിച്ചാൽ 1 കോടി രൂപയെങ്കിലും KSRTC അതിന്റെ നടത്തിപ്പിൽ നഷ്ടപ്പെടും. കോടതി വിധി വരുന്ന മാത്രമല്ല, കേസ് നടത്തുക, വക്കീലിനെ വയ്ക്കുക, അങ്ങനെ പോയി പല ഘട്ടങ്ങളിലായി അത് വലിയ പിന്നെ ഇടിച്ച വണ്ടി നന്നാക്കാൻ വേണ്ടി, മേജർ ആക്സിഡന്റ് ഇടിച്ച വണ്ടി നന്നാക്കാൻ വേണ്ടി ലക്ഷങ്ങൾ നമുക്ക് ചെലവാക്കുന്നുണ്ട്. ഇടിച്ച ഡ്രൈവറുടെ നിന്ന് ക്ലെയിം ചെയ്യാന്ന് വിചാരിച്ചാൽ അയാളുടെ ജീവിതകാലത്തെ മുഴുവൻ ശമ്പളം എടുത്താലും ഇത് പിടിച്ചാലും ഇത് തീരില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ചെലവാക്കേണ്ടി വരും. അപ്പൊ ഇൻഷുറൻസിന് തേർഡ് പാർട്ടി ഇൻഷുറൻസേ ഉള്ളൂ, അല്ലാതെ വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല. അപ്പൊ ഈ വണ്ടി മുഴുവൻ നമ്മൾ വർക്ക്ഷോപ്പിൽ കയറ്റി നമ്മൾ പാപ്പനംകോട് കൊണ്ടുപോയി പണിയേണ്ടി വരികയാണ്. ഈ പണം ലക്ഷക്കണക്കിന് വേണം, നമ്മൾ അറിയുന്നില്ല. നമ്മൾ പണം കയ്യിൽ നിന്ന് ബില്ല് എഴുതി കൊടുക്കാത്തത് കൊണ്ട് നമ്മൾ അറിയുന്നില്ല. സർവ്വസാധനവും നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. ഈ പണിയെല്ലാം നമ്മുടെ ജീവനക്കാർ ചെയ്യുന്നുണ്ട്. ഇത് തട്ടി നൂത്ത് സമയമെടുത്ത് വരുമ്പോഴത്തേക്കും അത്രയും ദിവസം വണ്ടി അകത്ത് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തിക നഷ്ടം അതുകൂടി കണക്കെടുത്താൽ 1 കോടി രൂപയെങ്കിലും ഒരു ആക്സിഡന്റ് നമുക്ക് നഷ്ടപ്പെടുത്താറുണ്ട്. ഒരു 50 ലക്ഷം രൂപ കുറയാത്ത നഷ്ടം മേജർ ആക്സിഡന്റുകളെല്ലാം നമുക്ക് ഉണ്ടാകണം. വണ്ടി പണിയുന്ന വകയിൽ തന്നെ. ആരും മരിച്ചില്ലെങ്കിൽ തന്നെ ഈ വണ്ടി പണിഞ്ഞ് തിരിച്ച് പഴയ രൂപത്തിലാക്കുന്നതിന് നമ്മൾ വലിയ ചെലവാണ് നമുക്ക് ചെലവാറും. അപ്പൊ ഇതെല്ലാം കണക്കിലാക്കുമ്പോൾ ഈ അപകടം 3-1 കുറഞ്ഞു എന്ന് പറയുന്ന വലിയ നേട്ടമാണ് KSRTC സംബന്ധിച്ച്. നമ്മൾ അങ്ങനെയുള്ള നേട്ടങ്ങൾ, ചെറുതെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ. ഇപ്പൊ മദ്യപാനം നിർത്തിയത് കൊണ്ട് ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അന്തസ്സായ പെരുമാറ്റത്തിലൂടെ യാത്രക്കാരെ ആകർഷിക്കാനും നമ്മുടെ ബസ്സുകൾ നിറഞ്ഞു പോവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച ബസ്സുകൾ നിറഞ്ഞു പോകുമ്പോൾ 26 ലക്ഷം യാത്രക്കാരാണ് കയറിയത്. അപ്പോൾ എന്താ, ഈ ദുഷ്ട ലക്ഷ്യമുള്ള ആൾക്കാരുണ്ട്. കൊതുകിന് കൗതുകം ചോര തന്നെ എന്ന് പറഞ്ഞ പോലെ മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് 2-3 ദിവസത്തെ കളക്ഷൻ എടുത്ത് ഒരുമിച്ച് അടച്ചാണ്. മണ്ടന്മാര് മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം പത്രക്കാരോട് പറയുമ്പോൾ അവർക്ക് ബുദ്ധിയില്ലെന്ന് വിചാരിച്ചാൽ കൊള്ളാമോ? രാഷ്ട്രീയമൊക്കെ നല്ലതാ. ഒരു ദിവസം 8.5 കോടി രൂപ 8.25 കോടി രൂപ കളക്ഷൻ ഉണ്ട് കഴിഞ്ഞ ശനിയും ഞായറും ഒക്കെ. കണക്ക് എല്ലാ ദിവസവും ഞാൻ നോക്കുന്ന. ഒരുമിച്ച് അടച്ചിരുന്നെങ്കിൽ ഈ മണ്ടന്മാര് മനസ്സിലാക്കണം, 10, 40, 10, 30, 26 കോടി രൂപ ഉണ്ടേനെ. ഏതായി 13, 12 കോടിയല്ല. 12 കോടിയല്ല. കാരണം അതിന് മുമ്പത്തെ ദിവസം 8.25 കോടിയുണ്ട്. അതിന് മുമ്പ് ദിവസം 8 കോടി 40 ലക്ഷം ഉണ്ട്. ഇത് 2 കൂടി ചേർത്ത്, ഇത് 3 ദിവസം കൂടെ ചേർത്താണ് അടച്ചിരുന്നെങ്കിൽ പൊട്ടക്കണക്ക് തെറ്റിപ്പോയി. കാരണം 12 കോടിയല്ല, 10, 26 കോടി
അടയ്ക്കേണ്ടി വന്നേനെ ബാങ്കിലേക്ക്. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, മണ്ടത്തരം പറയുന്നവർ മനസ്സിലാക്കൂ. KSRTC ശമ്പളം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 100 കോടി രൂപ ഓവർ ഡ്രാഫ്റ്റ് എടുത്തു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം. എടുത്തതിന് ശേഷം എല്ലാ ദിവസവും 2 നേരം ബാങ്കിൽ പൈസ അടയ്ക്കണം. രാവിലെ അടയ്ക്കും, രാത്രി എടുത്ത പൈസ എല്ലാം കൂടി. വൈകിട്ട് 4 മണിക്കും ബാങ്ക് അടയ്ക്കുമ്പോൾ വീണ്ടും അടയ്ക്കും. ബാങ്ക് 10 മണിക്ക് അടയ്ക്കുവാണെങ്കിൽ ഒരു 9 മണിക്ക് വീണ്ടും നമ്മൾ പൈസ അടച്ചാൽ ബാങ്ക് നേരത്തെ അടച്ചു പോകുന്നതുകൊണ്ട് നമുക്ക് വൈകി, അല്ലെങ്കിൽ 9 മണി വരെ കിട്ടുന്ന കണക്ഷനോടെ കൊണ്ടടച്ചാൽ രാത്രി 12 മണിക്ക് പലിശ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കുറഞ്ഞു കിട്ടും. 100 രൂപയെങ്കിലും പലിശ കുറഞ്ഞു കിട്ടിയാൽ കുറയട്ടെ എന്ന് ചോദിച്ചാൽ ഞാനാണ് ഈ 2 നേരം അടയ്ക്കാൻ നിർദ്ദേശിച്ച ആള്. ഒരു നേരം അടച്ചുകൊണ്ടിരുന്നത് മെനക്കേടാ, ജീവനക്കാർക്ക് മെനക്കേടാണെങ്കിലും അത് കൗണ്ട് ചെയ്ത് വൈകിട്ട് ബാങ്ക് അടയ്ക്കുന്നതിന് ഒന്നുകൂടി അടയ്ക്കുമ്പോൾ രാത്രിയാവുമ്പോൾ അവർ കണക്കെടുക്കും. 12 മണിക്ക് അവർ കണക്കെടുക്കുമ്പോൾ നമ്മുടെ എമൗണ്ട് കുറച്ചുകൂടെ വന്നാൽ അത്രയും പലിശ കുറഞ്ഞിരിക്കും. ഇതിന് വളരെ സൂക്ഷ്മമായുള്ള, ജീവനക്കാർ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ട് പൊടിയടിച്ച് ആ വെയിൽ കൊണ്ട് ചൂടത്തും വേർത്തും ഒഴുകിയും അവർ കൊണ്ടുവരുന്ന ആ പണം 1 രൂപ പോലും നഷ്ടപ്പെടരുത് എന്ന നിലയിൽ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാൻ കഴിയുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ ഇവർക്ക് ഒരു ക്ലോക്ക് റൂം കൊടുത്തു. എന്താണ് യാത്രക്കാർക്ക് ഇതിന് തൊട്ട് പുറയില് AC വെയിറ്റിംഗ് റൂം ഉണ്ട്. അതിലെപ്പോഴും നിറച്ച ആൾക്കാർ കാണും. വണ്ടി അല്പം വൈകിയാലും സുഖമായിട്ട് മൊബൈലൊക്കെ ചാർജ് ഇട്ട് അവിടെ ഇരുന്ന് വായിച്ചുകൊണ്ട് മൊബൈലൊക്കെ നോക്കി അതിനകത്തിരിക്കാം. 10-20 രൂപ കൊടുത്താൽ മതി. പക്ഷെ ആളുകൾക്ക് അതൊരു സൗകര്യമാണ്, യാത്രക്കാരെ ആകർഷിച്ചു. അതുപോലെ തന്നെ നല്ല റെസ്റ്റോറന്റുകളുടെ മുമ്പിൽ വണ്ടി നിർത്താൻ തുടങ്ങി. ഒന്നുമില്ല, ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഫുഡ് ഫ്രീ ആയിട്ട് കൊടുക്കണം, ബാക്കി അവർ അവിടുന്ന് കഴിച്ചോളും. നല്ല ടോയ്ലറ്റുകൾ, നല്ല ഡൈനിങ് റൂം, നല്ല കിച്ചൺ, നല്ല ഫുഡ്. ഇത് വന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, ഇത് വന്നപ്പോൾ യാത്രക്കാരുടെ എണ്ണം കൂടി. കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി ഒരു മാസം 12 ലക്ഷം യാത്രക്കാർ വരെ വർധനമുണ്ട്. 12 മുതൽ 14 ലക്ഷം യാത്രക്കാർ വർധനവ് നമുക്കുണ്ട് കഴിഞ്ഞ വർഷത്തെ 2024-നേക്കാൾ. ഇതൊക്കെ മികച്ച നേട്ടമാണ്. എന്താണ്? ജീവനക്കാരുടെ നല്ല പെരുമാറ്റം, അവരുടെ നല്ല സമീപനം, യാത്രക്കാരോട് അവർ കാണിക്കുന്ന ഒരു കരുണയും മര്യാദയും, അത് വളരെ ബഹുമാനം നേടുകയാണ്. KSRTC എന്ന് പറയുന്ന സ്ഥാപനവും KSRTC ജീവനക്കാരും ഈ പെരുമാറ്റം കൊണ്ട്, ചില ആളുകൾ കുഴപ്പക്കാരുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒരു 3-4% ആളുകൾ വലിയ കുഴപ്പക്കാരാണ്. അവരെ പോലെ അല്ല ബാക്കി 96% ആളുകളും എടുക്കുന്ന അധ്വാനം, ഡ്രൈവർമാരും കണ്ടക്ടർമാരും അവരുടെ പെരുമാറ്റത്തിൽ കാണിക്കുന്ന മര്യാദ, മാന്യത, ഇത് KSRTC ജീവനക്കാർക്കും KSRTC സമൂഹ മധ്യത്തിൽ വലിയ അന്തസ്സ് ഉയർത്തിയിട്ടുണ്ട്. കാരണം പണ്ട് ഞാൻ 2 വ്യത്യാസമുണ്ട്, ഞാനത് പറഞ്ഞു കാണിച്ചു തരാം. നമ്മൾ പറയാണ് എവിടെയാണ് ജോലി എന്ന് പണ്ട് ചോദിച്ചാൽ KSRTC നമ്മൾ വലിയ കാര്യമായിട്ട് പറയും. അപ്പൊ എന്താ മറുപടി? KSRTC അത് കുളിഞ്ഞില്ലേ, അടച്ചില്ലേ, ശമ്പളമൊക്കെ ഉണ്ടോ ഇപ്പം എന്നാണ് ചോദിച്ചോണ്ടിരുന്നത്. ന്യായമായ ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്, കാരണം അവരറിഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയാണോ, എവിടെ വർക്ക് ചെയ്യുന്നു KSRTC? അപ്പൊ ഉടനെ പറഞ്ഞാ നിങ്ങൾ രക്ഷപ്പെട്ടല്ലോ, ഗംഭീരമായല്ലോ, നിങ്ങളിപ്പോ ഭയങ്കര അടിച്ചു കയറുകയാണല്ലേ. ഈ 12 കോടി കിട്ടിയെന്ന് മാധ്യമങ്ങളിൽ പറയുമ്പോൾ, അവർ എഴുതി കാണിക്കുമ്പോൾ, വാർത്ത വായിക്കുമ്പോൾ അഭിമാനത്തോടെ KSRTC ജീവനക്കാർക്ക് നിങ്ങളുടെ മിടുക്കിനെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കുന്നു, നിങ്ങളുടെ പ്രസ്ഥാനത്തെ കേരളത്തിലെ ജനങ്ങൾ മാനിക്കുന്നു. അല്ലാതെ എവിടെയോ പോയ ഒരു ആനവണ്ടി, വെള്ളാന, ആ പേരൊന്നും ഇപ്പല്ലോ, വെള്ളാനയൊന്നും കേൾക്കുന്നില്ല. ഇപ്പം സർക്കാരിന്റെ മുതൽ ഇരുന്ന വെള്ളാന, നാട്ടുകാർക്ക് സമയത്തിന് വണ്ടി കൊടുക്കാത്ത ദുഷ്ടന്മാര്, കൈ കാണിച്ചാൽ നിർത്താത്ത വണ്ടിക്കാര്, ഇതൊന്നും ഇപ്പൊ കേൾക്കുന്നില്ലല്ലോ. അപ്പൊ ഒരു വലിയ മാറ്റം KSRTC ഉണ്ടായിട്ടുണ്ട്. ആകെ മൊത്തം നമ്മൾ മനസ്സിലാക്കൂ. MD പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, CMD പറഞ്ഞു, ഡിജിറ്റലൈസേഷനിൽ ഇന്ത്യയിൽ മുന്നിലെത്തിയ നമ്മളാണ്. കാരണം ഇനി നമ്മൾ ബഡ്ജറ്റ് ടൂറിസം മാത്രമാണ് നമ്മൾ ഡിജിറ്റലൈസ് ചെയ്യുന്നത്. നമ്മുടെ അക്കൗണ്ട്സ് വരെ ഡിജിറ്റലൈസ് ചെയ്തു. ഇപ്പോൾ ഇന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ എല്ലാ പെട്രോൾ പമ്പുകളും അവര് മോഡേണൈസ് ചെയ്യാണ്, അതിന്റെ ഒരു ഓട്ടോമേറ്റ് ചെയ്യാണ്. ഓട്ടോമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ തുള്ളി ഡീസലും ഏത് വണ്ടിയിൽ അടിച്ചു, ഓരോ വണ്ടിയും എന്ത് മൈലേജ് തരുന്നു എന്ന് കമ്പ്യൂട്ടർ നമ്മളോട് പറയും. വണ്ടിക്ക് എന്തെങ്കിലും തകരാറുണ്ടോ, ഡ്രൈവറുടെ ഡ്രൈവിങ്ങിന് തകരാറുണ്ടോ, ഇതെല്ലാം നോക്കും. 1000 ഡ്രൈവർമാർക്കാണ് ഇപ്പൊ ട്രെയിനിങ് അല്ലേ. 1000 ഡ്രൈവർക്കും 1000 കണ്ടക്ടർക്കും അടുത്ത ആഴ്ചയിൽ ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് ട്രെയിനിങ് ആരംഭിക്കുക. എവിടെ വെച്ചാണ്? പോലീസ് ട്രെയിനിങ് കോളേജിലാണ് ട്രെയിനിങ്. അവരുടെ ബിഹേവിയർ, അവരുടെ പഠിക്കേണ്ട കാര്യങ്ങൾ, സാങ്കേതികമായ കാര്യങ്ങൾ, ഡ്രൈവർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കൂടുതൽ മൈലേജ് കിട്ടാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിയമപരമായുള്ള അവയർനെസ് അടക്കം എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുന്ന ട്രെയിനിങ് ആണ് 1000 ഡ്രൈവർമാർക്കും 1000 കണ്ടക്ടർമാർക്കും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്. അതുപോലെ എല്ലാ മിനിസ്റ്റീരിയൽ സ്റ്റാഫിനെയും ഘട്ടം ഘട്ടമായി 48 പേരെ വെച്ച് ഒരു ബാച്ചായിട്ട് 3 ദിവസത്തെ ട്രെയിനിങ്ങിന് വേണ്ടി എടപ്പാളിലേക്ക് അയക്കുകയാണ്. അവിടെ ചെല്ലുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മൾ പഠിച്ചതൊന്നുമല്ല. KSRTCയുടെ പുതിയ സോഫ്റ്റ്വെയറുകൾ, വാടകയാണെങ്കിലും ഓപ്പറേഷൻ ആയാലും, ഈ സോഫ്റ്റ്വെയർ എല്ലാം പരിചയപ്പെടാൻ നിങ്ങൾക്കൊരു അവസരം വരികയാണ്. ഈ മാസം അവസാനിക്കുന്നതോടുകൂടി കേരളത്തിലെ മുഴുവൻ KSRTC ഓഫീസുകളും ഈ ഓഫീസുകളായി മാറും. എല്ലായിടവും കമ്പ്യൂട്ടർ ആവശ്യം വരെയാണ്, ആവശ്യത്തിലധികം കമ്പ്യൂട്ടർ വരാൻ പോവുകയാണ്. ഇപ്പൊ ജോലിഭാരം കുറയുകയാണ്, വളരെയധികം ജോലിഭാരം കുറയും. എല്ലാ സ്ഥലത്തും ക്യാമറ വയ്ക്കുന്നു, സെക്യൂരിറ്റി കർശനമാക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ബസ് സ്റ്റേഷനുകളിൽ പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന ക്യാമറ സംവിധാനം, റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ സംവിധാനങ്ങൾ, ഇതെല്ലാം ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ സമഗ്രമായ ഒരു മാറ്റം, അതിന്റെ ഭാഗമാണ് ഇന്നിവിടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ നമുക്ക് നൽകിയ ഈ ഒരു സമ്മാനം. ഈ ഒരു വിശ്രമ കേന്ദ്രം വളരെ മനോഹരമായ നിലയിൽ ചെയ്തിട്ടുണ്ട്. അവരെ ഞാൻ നന്ദിയോടെ അഭിനന്ദിക്കുകയാണ്, നന്ദി പറയുകയാണ്. ആ ജീവനക്കാർ വൃത്തിയോടെ ഉപയോഗിക്കണം എന്ന് എനിക്ക് പറയാം. അതില്
ചെല്ലുമ്പോൾ തന്നെ ഞാൻ കണ്ടു വേസ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്, വേസ്റ്റ് ഒക്കെ അതിനകത്ത് ഇടാവും, വേറെ എങ്ങോട്ട് ശീലിക്കാൻ പാടില്ല. വണ്ടിക്കകത്ത് വേസ്റ്റ് ഇടാൻ ആരെയും സമ്മതിക്കരുത്. ഇപ്പൊ ഞാൻ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ശ്രദ്ധിക്കുമ്പോൾ അവർക്കൊരു ഗുണമുണ്ട്, അവരൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ആ ചെക്ക് ലിസ്റ്റ് പ്രകാരം വണ്ടി പണിഞ്ഞിട്ടുണ്ടോ എന്നെല്ലാം നോക്കുന്നു. അപ്പൊ വണ്ടി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു വണ്ടി എടുക്കുന്നുള്ളൂ. അതാണ് ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. 1936 ചിത്രേനാൾ മഹാരാജാവിന്റെ കാലത്ത് സ്ഥാപിച്ച ഈ സ്ഥാപനത്തിന് ആദ്യമായിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കും. മറ്റത് കാലാകാലങ്ങളിൽ ഒരു സൂപ്പർ ഫാസ്റ്റ് വന്നതല്ലാതെ വേറെ എന്ത് മാറ്റമാണ് ഉണ്ടായത്? 1994 എന്റെ പിതാവ് ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോഴാണ് സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാകുന്നത്. അതല്ലാതെ KSRTCയിൽ എന്ത് മാറ്റം ഉണ്ടായി എന്നാണ് പറയുന്നത്. ഇപ്പോഴാണ് KSRTC മാറുന്നത്. KSRTC ജീവനക്കാർ ഒന്നടങ്കം ഉത്സാഹത്തോടെ നിന്നുകൊണ്ട്, മാനേജ്മെന്റ് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് KSRTCയിൽ വലിയ മാറ്റം കൊണ്ടുവന്ന് കേരളത്തിലെ ജനങ്ങൾ സ്വീകരിച്ചു എന്നത് ഏറ്റവും അഭിമാനമുള്ള കാര്യമാണ്. അതിന്റെ ഫുൾ ക്രെഡിറ്റ് ജീവനക്കാർക്കും ഇതിന്റെ മാനേജ്മെന്റിലുള്ളവർക്കുമാണ് എന്ന് ഞാൻ പറയാം. എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ജനങ്ങൾ KSRTCയെ സ്നേഹിക്കുന്നു, ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഞങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ അവരതിനെ കാണുന്നുണ്ട്. നമ്മളിനി ഒന്ന് മെച്ചപ്പെടുത്തി എടുക്കാനുള്ളത് നമ്മുടെ കൊറിയർ മാത്രമാണ്. നമുക്ക് കൊറിയർ ലാഭകരമല്ല. ഒരുപാട് ടേൺ ഓവർ ഉണ്ട്, പക്ഷെ നമുക്ക് ലാഭകരമല്ല. അതിനെ റീവാമ്പ് ചെയ്ത് ശരിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് നേരിട്ട് ഞാൻ തന്നെ ഇടപെടും. എല്ലാ കാര്യങ്ങളും നമ്മുടെ ടൂറിസം ഇരട്ടിയായി, ബഡ്ജറ്റ് ടൂറിസം 24 കോടി കഴിഞ്ഞ വർഷം കിട്ടുമ്പോൾ ഈ വർഷം അത് 48 കോടിയായി. നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളുകൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച സ്കൂളുകളായി മാറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഊബർ പോലുള്ള കമ്പനികൾ വരുന്നുണ്ട്. അവരെ ഡ്രൈവറെ ട്രെയിൻ ചെയ്തിട്ടേ വിടാവുന്നതാണ് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ. അത് KSRTCയുമായി ടൈപ്പ് ഉണ്ടാക്കുകയാണ്. അവരോട് ഞാൻ പറഞ്ഞു, അവിടെ പോയി KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂളിൽ പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ എല്ലാ ഊബർ ഡ്രൈവർമാരും KSRTCയിൽ ട്രെയിനിങ്ങിന് കൊണ്ടുവരും. ഊബറിന്റെ അല്ല, മറ്റ് കമ്പനികളിലെ എല്ലാവരും പോട്ടെ. KSRTC സർക്കാരിന്റെ അല്ലേ, പ്രൈവറ്റ് അല്ലല്ലോ. പ്രൈവറ്റ് മുതലാളിക്ക് പൈസ കൊടുക്കണ്ട. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ആളുകൾ മുഴുവൻ ട്രെയിനിങ്ങിന് വരാൻ പോകുന്ന KSRTC ഡ്രൈവിംഗ് സ്കൂളിലാണ്. 21 ഡ്രൈവിംഗ് സ്കൂളുണ്ട്. അടിയന്തരമായി അത് 31 ഡ്രൈവിംഗ് സ്കൂളായി വർദ്ധിക്കും. ഇതെല്ലാം തീരുമാനിച്ചാൽ നമ്മൾ നടപ്പില്ല. പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. ബിസിനസ് ക്ലാസ് ബസ് വരും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ജനങ്ങളോട് പറഞ്ഞു. ബിസിനസ് ക്ലാസ് ബസ് റെഡിയാവുകയാണ്. അകത്ത് ടോയ്ലറ്റും ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ, അവിടെ അതിനകത്ത് പാൻട്രി, അതിനകത്ത് കണ്ടക്ടർ ഉണ്ടാവില്ല. കണ്ടക്ടർ പകരം ഒരു വനിതാ ബസ് ഹോസ്റ്റസ്, ഫ്ലൈറ്റിലൊക്കെ ഉള്ള എയർ ഹോസ്റ്റസ് പോലെ ഒരു ബസ് ഹോസ്റ്റസ് ഉണ്ടാവും. മനോഹരമായ വണ്ടിയായിരിക്കും. ഏറ്റവും സൗകര്യപ്രദം, ഏറ്റവും വേഗത്തിൽ പോകാൻ കഴിയുന്നു, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള വണ്ടി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വണ്ടിക്ക് 1-2 ദിവസങ്ങളിൽ ഓർഡർ കൊടുത്താൽ 60 ദിവസം വണ്ടി വരും. ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും ഉദ്ഘാടനമൊന്നുമില്ല, വണ്ടി അങ്ങ് ഓടി തുടങ്ങും. ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു എന്ന് പറയും. ഉദ്ഘാടനം ഇന്നലെ കഴിഞ്ഞു, ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മളെ ഒരു പുതിയ സ്റ്റൈലാണ് ഈ ലോങ് ഡിസ്റ്റൻസ്. നമ്മുടെ ഹൈവേ തീരുന്നതോടുകൂടി കോഴിക്കോട് വരെയും വണ്ടികൾ, ഇത്തരം ബിസിനസ് ക്ലാസ് വണ്ടികൾ ഓടിയും. കോഴിക്കോട് കണ്ണൂർ വരെയും ഓടിയും. എന്റെ മനസ്സിലൊരു ആശയം എന്ന് പറയുന്നത്, ഈ ഹൈവേയുടെ പണി പൂർത്തിയായാൽ ഓരോ 4 മണിക്കൂറിലും തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്കും, അവിടെ നിന്ന് ഓരോ 4 മണിക്കൂറിലും കണ്ണൂരിലും തിരുവനന്തപുരത്തേക്കും ഹൈവേ വഴി വണ്ടി ഓടിക്കണം. അത് KSRTC വലിയ ഗുണം ചെയ്യും. KSRTC കൊറോണ കാലത്തും അല്ലാത്ത കാലത്തുമായി നിർത്തിപ്പോയ നാഷണലൈസ് റൂട്ടുകളിലേക്ക് നമ്മൾ വണ്ടികൾ ഓടിക്കുക. നമ്മൾ പ്രൈവറ്റ് ബസ്സുമായിട്ടൊന്നും മത്സരത്തിനൊന്നുമില്ല. നമ്മൾക്ക് കുത്തകയുള്ള സ്ഥലത്തുനിന്ന് നമ്മൾ തൂത്തുവാരുക എന്നുള്ളതാണ് ജനങ്ങൾക്ക് കൃത്യമായി വരുന്ന വണ്ടി, വൃത്തിയുള്ള വണ്ടി, അതാണ് വേണ്ടത്. അപ്പൊ യാത്രക്കാരനാണ് ദൈവം എന്ന ഞാൻ പറഞ്ഞ മെസ്സേജ് KSRTCയിലെ ജീവനക്കാർ സ്വീകരിച്ചു. നമ്മളത് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറി. അതിന്റെ പേരിൽ നമ്മൾ വിജയം കാണുകയാണ്. ഇനി ഈ വിജയം തുടർന്നു പോകണം. ഈ വിജയം തുടർന്നു പോകുന്നതിന്റെ അൾട്ടിമേറ്റ് ആയുള്ള ഗുണം ജീവനക്കാർക്ക് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ പ്രശ്നം നിലനിൽപ്പായിരുന്നു. ഇപ്പൊ നിലനിൽപ്പിലേക്ക് നമ്മൾ വരികയാണ്. നമ്മൾ നിലനിന്നിട്ട് വളരുക എന്നുള്ളതാണ്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായുള്ള എഗ്രിമെന്റ് പുതുക്കുകയാണ്. അവർക്ക് 3 പമ്പുകൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഒന്ന് ആറ്റിങ്ങൽ, പൊന്നാനി, അല്ലെ, ആറ്റിങ്ങലും പൊന്നാനിയും, പിന്നെ ഇവിടെ തൊട്ടിൽപ്പാലം, ഈ 3 സ്ഥലങ്ങളിൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ റീറ്റെയിൽ പമ്പുകൾ KSRTCക്ക് വേണ്ടി തുടങ്ങാനായിട്ടുള്ള അനുമതി ഉടൻ തന്നെ നൽകുവാൻ KSRTC MDക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഉടൻ തന്നെ അത് ചെയ്യും. അവരായിട്ടുള്ള എഗ്രിമെന്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വലിയ ഒരു ചേഞ്ച് നമ്മുടെ ഡീസലിന്റെ ഉപയോഗത്തിൽ ഉണ്ടാവുകയും ഡീസലിന്റെ ചെലവ് കുറച്ചുകൊണ്ട് KSRTCക്ക് ലാഭം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ ക്ലോക്ക് റൂം ഇവിടെ തുടങ്ങുന്നത് സൗകര്യമാണ്, പുതിയൊരു സൗകര്യമായി. ഡിജിറ്റലാണ്, താക്കോലില്ല, കളഞ്ഞു പോയില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഡിജിറ്റലി അത് തുറക്കാനും അടയ്ക്കാനും കഴിയും. പേയ്മെന്റും ഡിജിറ്റലായി തന്നെ ചെയ്യാം, അവനവന് തന്നെ ചെയ്യാം, സുരക്ഷിതമാണ്. അങ്ങനെ ചെയ്യാം. പേയ്മെന്റ് ആദ്യം ചെയ്തിട്ട് വെക്കാം, അല്ലെങ്കിൽ തിരിച്ചു വന്നതിന് ശേഷം പേയ്മെന്റ് ചെയ്തുകൊണ്ട് തുറക്കാം. ആരെങ്കിലും അങ്ങനെ തുറക്കാതെ എന്തെങ്കിലും കളിപ്പിച്ചിട്ട് പോയാലും അത് തുറക്കാനുള്ള സംവിധാനം, മാനുവലായിട്ട് തുറക്കാനുള്ള സംവിധാനം ഉണ്ട്. അതുകൊണ്ട് അതൊന്നും കുഴപ്പമില്ല. അങ്ങനെയുള്ള നശീകരണ പ്രവർത്തനങ്ങൾ പ്രതീക്ഷിക്കാം. എങ്കിലും ഇതൊരു പുതിയ പരിഷ്കാരമാണ്. റെയിൽവേക്ക് പോലും ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം നമ്മൾ കൊണ്ടുവരുന്നു. ഇനി ബസ്സിൽ ആഹാരം വിതരണം ചെയ്യും. ബസ്സിൽ ഇരിക്കുന്ന സീറ്റിലേക്ക് നിങ്ങൾ ഓൺലൈനിലൂടെ ഓർഡർ കൊടുക്കുമ്പോൾ സാധനം
അവിടെ കൊണ്ടുതരും. അതിന്റെ വേസ്റ്റ് വണ്ടിക്കുള്ളിൽ തന്നെ സൂക്ഷിക്കണം. അതിന് വലിച്ചെറിയരുത്. അത് ഈ കമ്പനികൾ തന്നെ അടുത്ത സ്റ്റേഷനിൽ നിന്ന് കളക്ട് ചെയ്ത് ക്ലീൻ ചെയ്യേണ്ടതാണ്. ഒരു കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്, ചെറുപ്പക്കാരുടെ ഒരു കമ്പനിയാണ്. അവർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരെ പണി ഏതാണ്ട് പൂർത്തിയായി. അവർ കൊടുക്കുന്ന വേസ്റ്റ് ഇപ്പൊ ഇവിടുന്ന് വിട്ടാൽ ആളുകൾ ആഹാരം എടുത്ത് വേസ്റ്റ് ഇടുകയാണെങ്കിൽ അവരെ വേസ്റ്റ് നമ്മുടെ വണ്ടിയിലുള്ള വേസ്റ്റ് ബോക്സിലിടും. അത് അവര് തന്നെ അടുത്ത കൊട്ടാരക്കരയുടെ എത്തുമ്പോൾ ക്ലിയർ ചെയ്യണം. അല്ലാതെ അവിടെ ഇട്ടിട്ട് വേറെ KSRTCക്കാർ വരും എന്ന് പ്രതീക്ഷിക്കരുത്. അവർ തന്നെ മാറ്റണം എന്നുള്ള എഗ്രിമെന്റിലാണ്, അവർ തന്നെ അത് റിമൂവ് ചെയ്യണം എന്നുള്ള എഗ്രിമെന്റിലാണ്. അല്ലാതെ KSRTCക്കാർ വേറെ വരുമെന്ന് വിചാരിക്കേണ്ട. എല്ലാ വണ്ടികളും കഴുകാൻ കുടുംബശ്രീയെ പങ്കാളിയാക്കാം എന്ന് വിചാരിച്ചിട്ട് ഒരു അനക്കമില്ല. അതുകൊണ്ട് ഇന്ന് ടെൻഡർ വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വണ്ടിയും കഴുകി തരണം. കേരളത്തിൽ ഓടുന്ന മുഴുവൻ വണ്ടിയും കഴുകി തരുന്നതിന് വേണ്ടിയിട്ട് ഒരു പൊതു ടെൻഡർ വിളിക്കും. അവര് തന്നെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി അകവും പുറവും കഴുകി തരണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഇന്ന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതുപോലെ പല ചിക്കിങ് എന്ന കമ്പനി വന്നിട്ടുണ്ട്. അവരും ഇതുപോലെ ഓൺലൈനിലൂടെ ഫുഡ് ബസിന്റെ ഉള്ളിൽ സെർവ് ചെയ്യും. അവരൊരു പെർസെന്റേജ് നമുക്ക് തരും, KSRTC തരും. അതിലുപരി അവരുടെ റെസ്റ്റോറന്റുകളും അവരുടെ ടോയ്ലറ്റുകളും എല്ലാം KSRTC ബസ്സുകൾ നിർത്തി കഴിഞ്ഞാൽ ഉപയോഗിക്കാം എന്നും എഗ്രിമെന്റിൽ അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ KSRTC ഒരു ഹയർ ലെവലിലേക്ക് ഉയരുകയാണ്. ഇന്നത്തെ കാലത്തിനനുസരിച്ചുള്ള ഒരു വലിയ മാറ്റത്തിലേക്ക് ഉയരുകയാണ്. അതിനുവേണ്ടി എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ചാണ് ഇതിനെ വളർത്തുന്നത്. നമ്മൾ ഒന്നിച്ച് നിന്ന് വളർത്തുമ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും ജനങ്ങളും KSRTCക്ക് നൽകുന്ന പിന്തുണ, KSRTC ജീവനക്കാർക്ക് നൽകുന്ന പിന്തുണ, തെറ്റുകൾ അറിയിക്കുന്നുണ്ട് മാധ്യമങ്ങൾ. അത് തിരുത്താൻ നമ്മൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. തെറ്റുകൾ കണ്ടാൽ അറിയിക്കണം, അത് അറിയിക്കുന്നു. അത് ദൃശ്യമാധ്യമങ്ങളായാലും പത്രമാധ്യമങ്ങളായാലും സോഷ്യൽ മീഡിയ ആണെങ്കിലും അറിയിക്കുന്ന തെറ്റുകൾ നമ്മൾ ഉടൻ തന്നെ അതിന്മേൽ അന്വേഷണവും നടപടി എടുക്കുന്നുണ്ട്. തെറ്റല്ലെങ്കിൽ നടപടിയൊന്നും ഉണ്ടാവില്ല, തെറ്റാണെങ്കിൽ മാത്രമേ നടപടി ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് വാടകയൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് കൊടുത്തു തുടങ്ങിയിരിക്കുന്നു. എല്ലാം കൃത്യമായി കിട്ടിത്തുടങ്ങി. ഞാൻ ഇന്ന് സന്തോഷിച്ചത് കഴിഞ്ഞ 20 കൊല്ലമായി അല്ലെ കാസർഗോഡ് ബസ് സ്റ്റാൻഡിൽ ആർക്കും വേണ്ടാതെ കിടന്ന സ്ഥലം മുഴുവനായി നമ്മുടെ എസ്റ്റേറ്റ് വിഭാഗത്തിന് വാടകയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു. ഇന്ന് അവിടെ മനോഹരമായ ഒരു ജിമ്മിന്റെ ഉദ്ഘാടനം നടന്നതിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഒഴിഞ്ഞു കിടന്ന സ്ഥലങ്ങളെല്ലാം വാടകയ്ക്ക് കൊടുത്ത് KSRTCക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ വരുമാനം ദൈനംദിനം ഉണ്ടാക്കി തരുന്ന എസ്റ്റേറ്റ് വിഭാഗത്തിനെയും ഞാൻ ഈ അവസരത്തിൽ ഒന്നുകൂടി അഭിനന്ദിക്കുകയാണ്. അവരിവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. അതൊരു ടീം വർക്കാണ്. അവരെ പ്രവർത്തനം വളരെ പ്രശംസനീയമാണ്. നമ്മൾ പുതിയ ബസ് സ്റ്റേഷനുകൾ ഉടൻ തന്നെ നിർമ്മാണം ആരംഭിക്കും. കൊട്ടാരക്കര, കായംകുളം, ചെങ്ങന്നൂര്, തൃശ്ശൂര്, ഇവന്റെ എല്ലാം ശിലാസ്ഥാപന കർമ്മം ഈ മാസം അവസാനത്തോടുകൂടി അടുത്ത മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് ഉണ്ടാകും എന്നറിയിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു പോകാം. അതിന് വിജയത്തിലേക്ക് ഇത് നയിച്ചു കൊണ്ടുപോകാൻ നിങ്ങളെ പരിശീലനം നേടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ നയിച്ചോളുക. അതിന് ഒരു കുഴപ്പമില്ല, നമ്മൾ കൂടെ നിൽക്കാം കുറച്ച് ദിവസം. അതുകൊണ്ട് എല്ലാവിധ നന്മകളും നേർന്നുകൊണ്ട് ഈ 2 സംവിധാനങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.